ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സംഭവം നിങ്ങളോട് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ സന്തോഷ വാർത്ത നിങ്ങളോട് പറയില്ലായിരുന്നു. നിങ്ങളുടെ സന്തോഷ വാർത്ത എനിക്കിപ്പോൾ നിങ്ങളോട് തന്നെ പറയണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ചാനൽ മോണിറ്റൈസ് ആയി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് രാവിലെ എൻ്റെ കണ്ട കാഴ്ചയാണതും. അപ്പോൾ അതിനുശേഷം നല്ല ഫുൾ എനർജിയാണ് എനിക്ക്. എന്തിനാ പറഞ്ഞാൽ ഒരു 1.5 വർഷത്തിന് കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മോണിറ്റൈസ് കാര്യങ്ങൾ വന്നത്. അതും വന്നിട്ട് 1.5 മാസം കഴിഞ്ഞ്. എന്നിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുന്നേ ഇല്ലായിരുന്നു. കുറേ കഷ്ടപ്പെട്ട് കുറേ ഇത് ട്രൈ ചെയ്ത് ആവുന്നില്ല. ലാസ്റ്റ് ഞാൻ യൂട്യൂബേഴ്സ് അതിൽ ഒരാൾ ഇങ്ങനെ മോണിറ്റൈസിൻ്റെ സർവീസെല്ലാം നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനത്തെ ഞാൻ അവരോട് കൊടുത്തിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഇന്ന് മോണിറ്റൈസ് ആയി. അവരോട് കൊടുത്തിട്ട് തന്നെ 3 ആഴ്ച ആയി. അപ്പോൾ ഇന്നാണ് ആയത്. അപ്പോൾ അതിൻ്റെ എല്ലാ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ചാനലൊന്ന് ഞാൻ ഇങ്ങനെ 4.5 വാച്ച് അവറും 1000 സബ്സ്ക്രൈബർ എല്ലാം ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ മോണിറ്റൈസ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വിഷമം. ഞാൻ കുറേ കരച്ചിൽ വന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ 1.5 മാസം കൊണ്ട്. പിന്നെ അതല്ലാണ്ട് മോണിറ്റൈസ് ആവുന്നില്ല അതിന് മുമ്പും ഈ ക്രൈറ്റീരിയ ഫുള്ളാക്കാൻ പറ്റുന്നില്ല എന്ന് അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ ഞാൻ വീഡിയോ ഇട്ടിട്ടും അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. അപ്പോൾ അതിൻ്റെ എല്ലാ സന്തോഷമുണ്ട്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളാണ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അങ്ങനെ കണ്ടിട്ടെല്ലാം ഇങ്ങനെ ഒരു മോണിറ്റൈസ് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. എൻ്റെ സ്ലാങ്ങിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, അത് കുറച്ച് ക്ഷമിക്കുക. കാരണം എൻ്റെ വീട് എറണാകുളമാണ്. ഞാൻ പണ്ടേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും സെറ്റിലായത് കർണാടകയിലാണ്. ഞാൻ പഠിച്ചത് കന്നഡയാണ്. വീട്ടിൽ സംസാരിക്കുന്നത് തുളുവാണ്. അങ്ങനെ ഇപ്പോൾ കെട്ടിച്ച് വന്നത് കേരളത്തിൽ കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരിൽ വന്നപ്പോൾ കണ്ണൂർ സ്ലാങ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒരു രീതിയാണ് എൻ്റെ മലയാളം. അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ പിന്നെ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. അപ്പോൾ യൂട്യൂബ് ജേർണി എല്ലാം വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. പിന്നെ അതല്ലാണ്ട് ഇനിയിപ്പോൾ പൈസ കയറിയിട്ടില്ല. കാരണം ഇന്നായതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കയറുമായിരിക്കും. പക്ഷെ എങ്ങനെ കയറുമെന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ കയറണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ സ്വന്തം കാലിൽ നിന്നിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ പറഞ്ഞാൽ ഒരു ജീവിതമാകുമ്പോൾ ഒരാൾ പണിക്ക് പോയിട്ടാവില്ല എന്തായാലും. അതുകൊണ്ട് 2 ആളും പോയാലേ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പണിക്ക് പോകാനും അങ്ങനെ ആവില്ല. കാരണം എനിക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് അവളെ നോക്കാൻ ആരും അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ അമ്മായിയമ്മ പോലും ആയെങ്കിലും അങ്ങനെ നോക്കാൻ ആൾ ഉണ്ടാവില്ല. ഫുള്ളി നോക്കാനായിട്ട് നമ്മൾ പണിക്ക് വിട്ടിട്ട് അങ്ങനെയൊക്കെ നോക്കൂല ആരും. അല്ലാത്ത സമയത്തെല്ലാം നോക്കും. പക്ഷേങ്കിലും ഇനി അങ്ങോട്ട് എനിക്ക് പഠിക്കണമെന്നുണ്ട് എൻ്റെ കുഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് പഠിക്കണമെന്നുണ്ട്. പക്ഷേ പഠിക്കും ഞാൻ എന്തായാലും. പഠിച്ച നിങ്ങളോട് ഉറപ്പായിട്ട് ഞാൻ പറയും. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് ഫാഷൻ ഡിസൈനറാണ്. അത് എന്തായാലും എനിക്ക് പഠിക്കണം. എന്തിനാ പറഞ്ഞാൽ ഞാൻ ടൈലറിങ് പഠിച്ചതാണ്. അപ്പോൾ ടൈലറിങ് കുറച്ചൊക്കെ അറിയാം. പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ കുറച്ചൊക്കെ തയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ മിഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തയ്ക്കാറില്ല. അപ്പോൾ അതെല്ലാം ഒരു റീസണാണ്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും പഠിച്ചിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുകയും ചെയ്യും. പിന്നെ എന്തായാലും ഞാൻ പഠിക്കും മാത്രം. എനിക്ക് സാഹചര്യം കിട്ടി എന്തായാലും പഠിക്കും. പക്ഷെ ഇതിൽ ഒരു മാസ വരുമാനം കിട്ടിയെങ്കിൽ അത്രയും നല്ലതാണ്. എനിക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു അപ്പോൾ മോണിറ്റൈസ് ആയതും നല്ലൊരു സമയത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായി ആഗ്രഹിച്ച് നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ യൂട്യൂബ് ജേർണി വേണമെങ്കിൽ ചോദിക്കുക. ഇതിനേക്കാൾ കഷ്ടപ്പാടായിരുന്നു. കണ്ണ് നിറയും. അങ്ങനെയൊക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ യൂട്യൂബ് ജേർണി ഇടും. പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടാനായിട്ടൊരു തോന്നും വീഡിയോ. അങ്ങനെ അതാണ് പറഞ്ഞത്. കമൻറ്റ്സ് എനിക്ക് കുറവാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കമൻറ്റ്സ് ഇടുക. അപ്പോൾ ഞാൻ എന്തൊക്കെ ആവും എന്നറിയില്ല മുന്നോട്ട്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.